പപ്പായക്കും അത് കീടങ്ങൾ ബാധിക്കാത്ത പപ്പായക്കും നമുക്കിത് എങ്ങനെയാണ് മരുന്ന് നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കണം നോക്കാം. അപ്പോൾ ഇതുണ്ടാകാനായിട്ട് നമ്മളൊരു 10 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 10 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത്, ഈ 10 ലിറ്റർ വെള്ളത്തിലേക്ക് കുമ്മായപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇത് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള തുരിശാണ് പിന്നെ വേണ്ടത് കേട്ടോ. പൊടിച്ച് വെച്ചിട്ടുള്ള തുരിശ് നമുക്ക് കടകളിൽ നിന്നും മേടിക്കാൻ കിട്ടും, വളക്കടകളിൽ നിന്നൊക്കെ ഇതുപോലെ തുരിശ് പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും നമുക്ക്. ഈ തുരിശ് പൊടിയാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത്. ഇത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിൽ ഒരു 50 അല്ലെങ്കിൽ 100 ഗ്രാമൊക്കെ നമുക്ക് ഈ 10 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പപ്പായക്ക് കീടങ്ങൾ വന്നതിന് ശേഷം മാത്രം തെളിച്ചു കൊടുത്താൽ പോരാ, ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പപ്പായക്ക് പ്രയോഗിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് പപ്പായക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്നും അതുപോലെ തന്നെ പപ്പായക്ക് ഇത് എങ്ങനെയാണ് തെളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം.